ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഇന്ന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ നല്ലൊരു സന്തോഷത്തിലാണ്. നമ്മളെ മോൻ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. 2 ആഴ്ചയായിട്ടുള്ളൂ പോയിട്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച ആയാലും 1 ദിവസമായാലും 3 ദിവസമായാലും നമ്മളെ മക്കളെ കാണാതായി. അവർ വരുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമല്ലേ. അപ്പം നമ്മൾ ഓനെങ്ങനെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. കൊലൈ ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ മോനൊരു ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ പന്തൊക്കെ തുന്നി കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിമേലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഷാളൊക്കെ ഒന്ന് ശരിയാക്കി നല്ല മൊഞ്ചൊക്കെ അയക്കണമെന്നൊക്കെ ഇങ്ങനെ നോക്കി കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോന് പറയുന്നുണ്ട്, ഉമ്മാനെ കാണിച്ച് കണ്ടാണോ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കാണിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടിമേലൊക്കെ കുറച്ച് ആലോചിച്ചും ചിന്തിച്ചും ഇങ്ങനെ കുറച്ചിങ്ങനെ ഇരുന്നിട്ടോ. പിന്നെ നമ്മളെ മുറ്റത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് ദിവസം കുറച്ചീച്ച പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് നമ്മളെ പുല്ല് പാറിയൊക്കെ പകുതിയോളായിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം നിങ്ങൾ കണ്ടിനല്ലോ ഒരു ഭാഗം മൊത്തമായിട്ട് പറിച്ചത്. അപ്പോൾ ഈ ഒരു പുളിയിൽ നമ്മൾ പറിച്ചിട്ടില്ലേനി. അപ്പോൾ ആ ഒരു പുളിയിൽ പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 2 ദിവസം ചെയ്ത പണിയാണ് കേട്ടോ. ഒരു ഭാഗം പകുതി ചെയ്ത് പിന്നെ ഒരു ദിവസം പകുതി ചെയ്ത്. ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. പുല്ല് പറിക്കാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മുറ്റത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി കളിച്ച് പിന്നെ എൻ്റെ മോനുണ്ട് ഒരു ഭാഗത്തുനിന്ന് പന്തൊക്കെ തുന്നിക്കൂട്ടുന്നു. എല്ലാവരും പൊട്ടിയ പന്ത് മൊത്തതായി നമ്മളെ മുറ്റത്തേക്കാണ് വലിച്ചെറിയുക. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ കളിച്ചിട്ട് ബോളൊക്കെ ഇങ്ങനെ പൊട്ടിയാൽ എല്ലാം അങ്ങോട്ട് നമ്മളെ മുറ്റത്തേക്ക് വലിച്ചെറിയിട്ടോ. അപ്പോൾ എൻ്റെ മോനക്ക് എന്താ പണി, അതിൻ്റെ ഉള്ളിലൊരു വേറൊരു സാധനമുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ട് അതിങ്ങനെ തുന്നുന്ന പണിയാണ് കേട്ടോ. തുന്നി ദിവസം അടുത്തുള്ള വീട്ടിൽ പോയി കണ്ട് കാറ്റടിക്കുന്ന സാധനം കൊണ്ടുവന്ന് കാറ്റടിക്കും. അതുതന്നെയാണ് കേട്ടോ ഓൻ്റെ പണി. കുറേ ബോളൊക്കെ ഞാൻ കീറിയതൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടോ. നിലത്ത് വീണ ബോളൊക്കെയാണ് അവന് മടിയിൽ വെച്ച് കാണ്ട് തുന്നിക്കൂട്ടുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ പോയി. നമ്മളെ വീഡിയോ ആർക്കും പറ്റുന്നില്ല, സ്വന്തം മക്കൾക്ക് എന്നെ പറ്റുന്നില്ല. പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങളെ ഞാൻ ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പോയപ്പം ആരിഫത്താത്ത വീഡിയോ എടുക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഓരോ കുറച്ച് ഭാഗം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ. അപ്പം എൻ്റെ മോന് വരുന്നതിന് ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അധികമൊന്നും വെള്ളമൊന്നും ഇല്ലാതെ നല്ല കൊഴുമ്പ് രൂപത്തിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ടയൊക്കെ വാങ്ങാനാണ് വിചാരിച്ച്. പിന്നെ നമ്മൾ വൈകുന്നേരക്കത്തെ കട്ടൻ ചായ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഉച്ചത്തേക്കത്തെ ചോറും. അപ്പോൾ ഉച്ചക്കത്തെ ചോറിനും ഒക്കെ ഈ ഒരു കറി തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ അല്ല, എൻ്റെ മോന് ചെറുത് സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ടാണ് പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ പോയത്. പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ പീടികയിലൊക്കെ പോയിനി. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു 3-4 തക്കാളിയൊക്കെ ഉള്ളേനി. അപ്പോൾ ആ തക്കാളിയൊക്കെ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ എടുത്ത് പിന്നെ ഉള്ളി ഒരു 4-5 ഉള്ളിയും കൂടെ ഉള്ളൂ. അപ്പം വിചാരിച്ച് ഏതായാലും പീടികയിൽ പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ പോയപ്പം കുറച്ച് കക്കിരിയും പിന്നെ 2 ക്യാരറ്റും തക്കാളിക്ക് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തക്കാളിക്ക് 22 ആയിട്ടുണ്ട്. ആദ്യം എത്ര കഴിഞ്ഞ് 40 എത്രയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ 22 ആയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ 1 കിലോനും കൂടെ എടുത്തോളി എന്ന് പറഞ്ഞാണ്ട് 2 കിലോ തക്കാളിയും 2 കിലോന് വലിയ ഉള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് റേക്കൊക്കെ നന്നാക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ഓഗസ്റ്റ് 15-ൻ്റെ ഈ പതാകൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത്
കിട്ടിയിട്ട് അപ്പോൾ അതൊന്ന് നോക്കിയാൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ കരിവേപ്പിലൊക്കെ അതാ നല്ലോണം നനവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അത് പിറ്റേന്നാവുമ്പോഴത്തിന് നല്ലോണം ഉണങ്ങും കേട്ടോ. ഈ വെള്ളമോടൊക്കെ നമ്മൾ ഒരിക്കലും എന്താണ് കരിവേപ്പില നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. അപ്പം ചീയും, പെട്ടെന്ന് ചീയും. അപ്പോൾ ആ വെള്ളം ഉണങ്ങിയിട്ടൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മൾ ആ കരിവേപ്പില എത്ര അത് തീരോളം ഒരു കേട് വരാതെ നിൽക്കും കേട്ടോ. പിന്നെ അതാ മഗ്‌രിബ് ബാങ്ക് കൊടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ മോനോട്. നല്ല മഴ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. ചെറുങ്ങനെ മഴ പെയ്യുന്നുള്ളൂ, പക്ഷെ ഒന്ന് ഇരുടായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയമായിട്ടുള്ളൂ കേട്ടോ, 6:45 ആ ഒരു സമയമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിക്കുകയാണ്, ബാങ്ക് കൊടുത്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോന് എന്താ അവിടെ അന്നശ്ശേരി ബസ്സിൽ ഇവിടെ എത്താനായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എത്തുന്നതിൻ്റെ മുന്നേ ഞാൻ ടേബിൾമേൽ ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ച് നമ്മൾ കക്കിരും ക്യാരറ്റ് കൊണ്ടൊക്കെ ഒരു സാലഡൊക്കെ ഉണ്ടാക്കി. പിന്നെ അതാ വെള്ളം കലക്കിയത്. ആ വെള്ളം കലക്കിയത് സത്യം പറഞ്ഞാൽ അത് തലേന്നൊക്കെ കേട്ടോ. എൻ്റെ മൂത്തച്ചി വന്നീനി കേട്ടോ. അവരെ പറമ്പുണ്ടേനി ഇവിടെ, അവിടെ പണിക്കാരുണ്ടായപ്പോൾ വന്നീനി. അപ്പോൾ അവർക്ക് കലക്കിയതേനി. അപ്പം കുറച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലാണ്ട് വെച്ചപ്പോൾ നല്ലോണം കട്ടായിട്ടോ. അങ്ങനെ എൻ്റെ മോന് പറഞ്ഞ് ഇതാ ഞാൻ അവിടെ എത്താനായി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓനോട് മഴ ചെറുതിനോട് പറഞ്ഞിട്ട് ഇജ്ജ് പോവുമെന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് ഈ മഴയത്ത് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്നേ വരെ മാക്സി ഇട്ടുകൊണ്ട് അന്നശ്ശേരിക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. ഫർദർ ഇടാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. എൻ്റെ മോൻ ഇത് അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബേജാറായിട്ടോ. കാരണം എൻ്റെ മോൻ പറഞ്ഞിനി ഇമ്മ വരുമൊന്നും വേണ്ട, ബാഗ് നനയൊന്നുമില്ല എന്നാണ്. ഞാൻ ബാഗ് നനഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ ചിലപ്പോൾ ഉണങ്ങൂലല്ലോ എന്നുള്ളൊക്കെ ആ ബേജാറും. പിന്നെ കാണാതെ ഇപ്പം ഒരാഴ്ച 10-20 ദിവസത്തോളമായിട്ട് പോയിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്നിട്ട ആ മാക്സിയും ഏറ്റ് ഒരു കുടയും ഞാനും ചൂടി ഒരു കുട കൈമേലും പിടിച്ച് മാക്സിയും പിടിച്ച് നടക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ ഈ മഴ കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫർദർ ഇടാത്തതും. ഫർദർ ഇട്ടാൽ നമുക്ക് തീരെ നടക്കാൻ കഴിയില്ല ഈ മഴത്തൊന്നും. അപ്പം അങ്ങനെ അതും സംഭവിച്ചിട്ടോ. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും നമ്മൾ ത്യാഗം ചെയ്യല്ലേ. അപ്പോൾ എൻ്റെ മോന് എന്നോട് പറഞ്ഞു എന്തിനാ അമ്മ വന്നത് ഇരുടത്ത് എന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുടത്തൊക്കെ വരാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് ആ സമയത്ത് പേടിയൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ചെറുതിനെ ഒന്ന് പേടിപ്പിച്ചാണ് ഞാൻ പോവുകയാണ്, ഇജ്ജ് ഏതായാലും വരുന്നില്ലല്ലോ എന്ന്, എന്നാലെങ്കിൽ ഓന് ഇറങ്ങുമല്ലോ, ഓന് പോവുമല്ലോ എന്ന്. എവിടെ ഇമ്മ പോയാലും വേണ്ടില്ല എന്ന് കൽപ്പിച്ച് ഓൻ അവിടെ ഇങ്ങനെ ഇരുന്ന്. ഞാൻ എന്താണെന്നറിയില്ല, എനിക്കൊരു ധൈര്യം അങ്ങോട്ട് വന്ന് ഞാൻ പോയി എൻ്റെ മോനെ കൂട്ടിക്കൊണ്ടെന്ന്. അങ്ങനെ ഇതാ നമ്മളെ August 15 കേട്ടോ ഇന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ ബംഗാളിയിലൊക്കെ പോയി. എല്ലാവർക്കും നേരം വൈകിയ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. നമ്മൾ August 15 എന്ന് പറയേണ്ടത് August 16 കേട്ടോ ഞാൻ പറയുന്നത്. വീഡിയോ ചിലപ്പോൾ 17-നോ 18-നോ ആവട്ടെ നിങ്ങളെ മുന്നിലേക്ക് എത്തുക. അങ്ങനെ ഇതാ നമ്മൾ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ഓൻ്റെ മൂത്തച്ഛൻ്റെ മോനും ഓന് ഭയങ്കര കട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓന് 2 ദിവസം കഴിഞ്ഞാൽ ഓനക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നമുക്ക് മാമിൻ്റെ വീട്ടിലേക്ക് ആദ്യം പോവാമെന്ന് പറഞ്ഞു. ഓനിപ്പോൾ ഒരു ചെറിയ ഷോപ്പിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഓന് രാവിലെ പോയാൽ പിന്നെ രാത്രി ആവും വരിക. പിന്നെ ഓനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ മൂത്തച്ഛൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നല്ല അടിപൊളി സാമ്പാറും ചോറും കോഴി പൊരിച്ചതൊക്കെ അതിന്. അപ്പം പിന്നെ നമ്മൾ സാബൂനരി കൊണ്ട് ഒരു സാബൂനരി ഉണ്ടാക്കി പായസം ഉണ്ടാക്കിയിട്ടാണ്. മുത്തച്ഛി പറഞ്ഞ് August 15 ഇതുകൊണ്ടൊരു പായസം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയത്. അതിപ്പോൾ സാബൂനരിൻ്റെ പായസം ആർക്കും അറിയാത്തില്ലല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നല്ലോണം കഴുകി കുക്കറിലിട്ട് വിസിലടുപ്പിക്കാൻ പോയതിന് കേട്ടോ. അപ്പോഴത്തേന് കുക്കറിലുള്ളതൊക്കെ കട്ട പിടിച്ച് വേഗം ഞാൻ പാത്രത്തിൽ മാറ്റി. അത് വേഗം വെന്തിട്ടോ. അപ്പോൾ അവിടുന്ന് ചോറൊക്കെ തിന്ന് നമ്മളെ തറവാട്ടിലേക്ക് വന്നു. അപ്പോൾ വാപ്പിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പിച്ചേ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് എന്നൊക്കെ പറഞ്ഞ് വാപ്പിച്ചനോട് നേരെ അറ്റൻഷനായി നിൽക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ വാപ്പിച്ച് ഇങ്ങനെ അറ്റൻഷനായൊക്കെ നിന്ന്. പിന്നെ ഞാൻ എൻ്റെ മോന് പറഞ്ഞിനി എനിക്ക് പോകുമ്പം കുറച്ചങ്ങനെ ചെറിയ പലഹാരങ്ങൾ വേണമെന്ന്. പലഹാരം എന്ന് പറഞ്ഞാൽ വറുത്തായ്ക്ക നുറുക്ക് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഓൻ്റെ റൂമിലുള്ള കുട്ടികൾ എല്ലാവരും കൊണ്ടുവന്നിനി, ഞാനേ കൊണ്ടുവരാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓനോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിനി കേട്ടോ. ഞാൻ ബാഗിൽ സ്ഥലം ഉണ്ടാവില്ല, ഞാൻ പിന്നെ കൊണ്ടുപോയിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഞായറാഴ്ച പോകും, വ്യാഴാഴ്ച വന്ന് പിന്നെ ഇനി ഞായറാഴ്ച പോകും. അപ്പോൾ ഏതായാലും നമ്മളെ ഗഫൂർ ഖാൻ്റെ പീടികയിൽ നല്ല ചൂടുള്ള വറുത്തായക്ക് നല്ല പൂള, എന്താണ് കൊള്ളി പറയും, പൂളൊക്കെ പൊരിച്ചതുണ്ടല്ലോ അത്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനം തിരിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇതാ ഫസ്റ്റ് ഇത് 3ാമത്തെ കൊല്ലാണ് കേട്ടോ നമ്മളൊരു കുറി നടത്തുന്നത്. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും കൂടാതെ 2 കുറിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇത് 3ാമത്തെ കുറിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ കുറി ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. നമ്മൾ കുറി നറുക്കെടുക്കുകയാണ് കേട്ടോ. അപ്പം വീണത് ഏതാണ്, 3ാമത്തെ നമ്പറാണ് കേട്ടോ വീണത്. 10 കുറിയാണ് കേട്ടോ. 1,00,000ൻ്റെ കുറിയാണ് മക്കളെ. അപ്പോൾ 3ാമത്തെ ഫസ്റ്റ് കുറി 3ാമത്തെ ആൾക്കാണ് കേട്ടോ. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളെ മൂത്തച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കാവില്ല, ആർക്കാവുക എന്ന്. അതൊരു ഭാഗ്യം തന്നെയാണല്ലേ ഫസ്റ്റത്തെ മുകുന്നത്. അങ്ങനെ അതിലേക്ക് 10 നമ്പറും അങ്ങോട്ട് ഇട്ട് ഒന്നും കൂടി നല്ലോണം കുലുക്കിപ്പിച്ച്. ഏതായാലും എൻ്റെ മുത്തച്ഛി ഇവിടെ വന്നതുകൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. ഇത് 14-ാം തീയതിയാണ് കേട്ടോ വീഡിയോ എടുത്തത്. ശരിക്കും നമ്മൾ 15-ാം തീയതിയാണ് നറുക്കെടുക്കുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ. എൻ്റെ മോന് മാത്രമാണ്, അധികം എൻ്റെ മോൻ തന്നെ, ചെറിയ മോനാണ് കേട്ടോ കുറി നറുക്കെടുക്കൽ. അപ്പോൾ പിന്നെ ആരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് ആരായാലും വേണ്ടില്ല, ഞാൻ ആ ദിവസം ഇതിൽ നിന്നൊരു നമ്പർ എടുക്കുകയെന്നാണ് പറയൽ. അപ്പോൾ അധികം ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല, എൻ്റെ മോൻ തന്നെയാണ് എടുക്കൽ. അപ്പോൾ ഇതാ 3ാമത്തെ നമ്പറൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാന്നൊക്കെ പറഞ്ഞ് അത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുറി ഇത് ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോവട്ടെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പറായപ്പോൾ ഫസ്റ്റത്തെ കുറി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.